ഹലോ ഫ്രണ്ട്സ്, ഹോട്ട്വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻലൈറ്റിൻ്റെ കുറച്ച് മസിൽ കാസാണ്. ഇത് ഡിട്രോയിറ്റ് സ്പീഡ് എന്ന് പറഞ്ഞ സീരീസാണ്. അതിലെ സീരീസ് നമ്പർ 1. ഇത് 1966 ഫോർഡ് മസ്താങ് ടെസ്റ്റ് കാറാണ്. ഓക്കെ, പണ്ടത്തെ മസ്താങ്ങാണ്. പിന്നെ തുറക്കാം. ഡിട്രോയിറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർക്കിപ്പോൾ സീരീസ് എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഗ്രീൻ ലൈറ്റിൻ്റെ പാക്കേജിങ് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മുടെ മസ്താങ് പുറത്തു വന്നു. കൊള്ളാം, പണ്ടത്തെ വിൻറ്റേജ് കളറാണ്. വീൽസും തെറ്റു പറയാനില്ല. സ്റ്റോക്ക് വണ്ടിയാണ്, ഒരു മോഡിഫിക്കേഷൻ ഇല്ലാണ്ട്. അകത്ത് സീറ്റൊക്കെ കാണാം. കുഴപ്പമില്ല. ഫ്രണ്ടിലൊരു ഹുഡ് സ്കൂപ്പൊക്കെ ഉണ്ട്. പിന്നെ വീൽസ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് കാറാണ്. ബാക്കും വലിയ കുഴപ്പമില്ല, പക്ഷെ എന്തോ മൊത്തത്തിലൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അടുത്തത് ഒരു കൺവേർട്ടബിൾ മസിൽ കാറാണ്. ഇത് ബ്ലാക്ക് ബാൻഡിറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലെ കുറച്ച് വണ്ടികളാണ് ഇവരൊരു സീരീസ് ആയിട്ട് ഇറക്കിയേക്കണത്. ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കിയുള്ള വണ്ടികൾ. പക്ഷെ എൻ്റെ പേരൊന്നും അവർ കൊടുത്തിട്ടില്ല. പേരും പോട്ടെ, പടമൊന്നും കൊടുത്തിട്ടില്ല. അത് കാരണം ഞാൻ പേരുകളൊന്നും വായിക്കണില്ല. പക്ഷെ കണ്ടിട്ടൊരു പ്രൊപ്പോർഷൻസ് ഒന്നും ശരിയല്ലാത്ത പോലെ തോന്നണു. നമുക്ക് പുറത്തോട്ടെടുക്കാം. ഓക്കെ, വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എനിക്ക് നല്ല വെയിറ്റ് ഉള്ള പോലെ തോന്നണു. എനിക്ക് തോന്നണാണെന്നറിയില്ല. ഓക്കെ, ഇത് വണ്ടിയുടെ പേര് ഇത് ചലഞ്ചറാണ്. ഈ ടെയിൽ ലൈറ്റ് കണ്ടറിയാം. പുതിയ ചലഞ്ചറിൽ പോലും ഇങ്ങനത്തെ ടെയിൽ ലൈറ്റ്, ഇങ്ങനെ നീളമുള്ള ടെയിൽ ലൈറ്റാണ്. എനിക്കിഷ്ടമാണ്, അത് കാണാൻ നല്ല രസമാണ്. ഫ്രണ്ടിൽ ഈ ഇരട്ടക്കണ്ണും നല്ല രസമാണ്. ഇവിടെ കുറേ നോർത്ത് ഇന്ത്യൻസ് ചലഞ്ചർ ഇങ്ങനെ മേടിക്കും. ഇതിൻ്റെ ടയർ ഒരു സുഖമില്ല. ഭയങ്കര എന്തോ ഈ അലോയ്സിൻ്റെ ഡിസൈനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഓവറോൾ അകത്ത് നമുക്ക് സീറ്റും ബാക്ക് സീറ്റും എല്ലാ സംഭവങ്ങളും കാണാം. സൈഡിൽ നിന്ന് കാണാനൊരു സുഖമില്ല. വീലാർക്കിലൊക്കെ ക്രോം കളർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ നമ്മുടെ നാട്ടിലിറങ്ങിയ ഇരട്ടക്കണ്ണൻ കോണ്ടസയുടെ മുഖച്ചായയാണ്. ഓക്കെ, ബാക്കിൽ അവർ ഫുൾ ക്രോമാണ് കൊടുത്തേക്കണേ. അത് നല്ലൊരു ഡീറ്റെയിൽ ആണ്. സ്റ്റിയറിംഗ് വീലൊക്കെ കാണാം നന്നായിട്ട്. അടുത്തതും ഡിട്രോയിറ്റ് സ്പീഡ് സീരീസിലെ വണ്ടിയാണ്. അതിൽ സീരീസ് 2 2012 ഷെവർലെ കമേറോ ടെസ്റ്റ് കാർ. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിലെ ബംബിൾ ബീയുടെ വണ്ടിയാണ്. ഹോട്ട് വീൽസിൻ്റെ ഈ മോഡൽ കമേറോ ഒന്നും ഞാൻ തുറന്നിട്ടില്ല, കിട്ടിയിട്ടുമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഏതായാലും ഇവനെ തുറക്കാം.
ഓക്കെ, ആദ്യം തന്നെ അതിൻ്റെ ഭയങ്കര വലിയ വീൽസാണ്. ഈ ഗ്രീൻ ലൈറ്റിൻ്റെ കാര്യം അതാണ്, ഒന്നില്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറഞ്ഞ സിറ്റുവേഷനാണ്. കാര്യം ചില വണ്ടികളിലൊക്കെ ഭയങ്കര ചെറിയ വീല് കൊടുക്കും, ചില വണ്ടികളിൽ ഭയങ്കര വലിയ വീല് കൊടുക്കും. ഏതായാലും സംഭവം കൊള്ളാം, ഈ വീൽസിൻ്റെ ഡിസൈൻ കൊള്ളാം. ബാക്ക് നല്ല രസമുണ്ട്. എനിക്കിതിൻ്റെ ബാക്ക്, ക്യാമറയുടെ ബാക്കും എനിക്കിഷ്ടമാണ്. മേളിൽ ഫുൾ മാറ്റ് ബ്ലാക്കാണ്. അകത്ത് സീറ്റും കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റേജിൽ വെച്ചപ്പോൾ നല്ല മസ്കുലർ ലുക്ക് ഉണ്ട്, വലിയ ടയറും കൂടെ വന്നപ്പോൾ. ഫ്രണ്ട് നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, ഹെഡ്ലൈറ്റും ഗ്രില്ലും ഇൻഡിക്കേറ്ററും എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഡിട്രോയിറ്റ് സ്പീഡ് എന്നുള്ള സ്റ്റിക്കർ ഉണ്ട് ബാക്കിൽ. പിന്നെ ഡുവൽ എക്സോസ്റ്റ് ആണ്, ഷെവർലയുടെ ലോഗോ ഗോൾഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ല. ശരിക്കും ഇറങ്ങണ ക്യാമറയിലും ഈ ഒരു വീൽ ഡിസൈനാണ്. ഇങ്ങനെ ഇന്ന് അവസാനമായിട്ട് അൺബോക്സ് ചെയ്യാൻ പോണത് 2021 ഫോർഡ് മസ്താങ് മാക് 1 GL മസിൽ സീരീസാണ്. ഇതാണ് ഈ സീരീസിലെ ബാക്കിയുള്ള വണ്ടികൾ. ഓക്കെ, പുതിയ ലേറ്റസ്റ്റ് മോഡൽ മസ്താങ് ആണ്. ബാക്ക് നൈസായിട്ടുണ്ട്, നമുക്ക് തുറക്കാം. തുറക്കാനായിട്ട് കൂലിപ്പണിക്കാരെ വിളിക്കേണ്ട അവസ്ഥയാണ്. സംഭവം പുറത്തെടുത്തു. കൊള്ളാം. അയ്യേ, ടയറ് കാണിച്ചേക്കണോക്കെ. സംഭവം ശരിക്കും റോട്ടിലിറങ്ങണ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്, വീൽ ഡിസൈനാണ്. ഇതിൻ്റെ ടയറ് ഭയങ്കര ഈർക്കിലായിപ്പോയി. ക്യാമറയുടെ ടയറ് ഇതിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇടാൻ പറ്റുമോ? അയ്യോ, ഒടിഞ്ഞു പോകാം. ഓക്കെ. എന്തോ ഒരു സാധനം ഒടിഞ്ഞ് വീണിട്ടുണ്ട്. അയ്യോ, അയ്യേ, ടയർ ഒടിഞ്ഞു പോയി. ബെസ്റ്റ്. ടയർ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല ബോയ്സ്, ടയറിൻ്റെ വെടിക്കെട്ട് തീർന്നു. ഏലും ശോകമായിപ്പോയല്ലോ. ഇപ്പം നമ്മുടെ ക്യാമറയ്ക്ക് ഇനിയിപ്പോൾ ടയറില്ല. സാരില്ല. ഇനി ഈ ലോഗോ നല്ല രസമുണ്ട്. മേളിലവിടെ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട്. സീറ്റൊക്കെ കാണാം. അപ്പം പിന്നെ സ്റ്റേജിൽ വെച്ച് നോക്കാം. ഇതിൻ്റെ ബോഡി പെർഫെക്റ്റ് ആണ്, പക്ഷെ വീൽസിൽ പോയി. ഫ്രണ്ട് നൈസ് ഡീറ്റെയിൽസ് ഉണ്ട്. എനിക്ക് ആ മസ്താങ്ങിൻ്റെ ലോഗോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബമ്പറിലൊരു ലിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ അടിയിലൊരു ബ്ലാക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നല്ലൊരു സ്പോയിലറും ക്വാഡ് എക്സോസ്റ്റാണ്. V8 ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഗിവ് അവേ ക്വസ്റ്റ്യൻ നമ്പർ 15.
ഈ വണ്ടിയുടെ പേരെന്താണ്? ഇത് ഞാൻ അൺബോക്സ് ചെയ്ത വണ്ടിയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീരീസിലെ വണ്ടിയാണ്. ഇതിൻ്റെ പേരെന്താണ്? ഓക്കെ, അങ്ങനെ ഹോട്ട്വീൽസ് പ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.